നേപ്പാൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നേപ്പാളിൽ നിന്ന് വാർത്ത അഗ്നി പോലെയാണ് ഇന്ത്യയിൽ പടർന്നു കയറിയത്. ഏതാണ്ട് 20-30 ഇടക്ക് പ്രായമുള്ള ചെറുപ്പക്കാർ അസ്വസ്ഥരാവുകയും അവർ കലാപത്തിലേക്ക് എടുത്തിയാടുകയും ചെയ്തു. അതാണ് ജൻസി കലാപം എന്ന നിലക്ക് പിന്നീട് പത്രവാർത്തയെ നമ്മുടെ മുന്നിൽ വരും. എന്തുകൊണ്ട് നേപ്പാൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേപ്പാളിൻ്റെ രാഷ്ട്രീയ അസ്ഥിരത തന്നെയാണ്. രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു കയറിയ നേപ്പാളിനെ ജനാധിപത്യത്തെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേപ്പാളിൻ്റെ വരുമാനം എന്താണ്? നേപ്പാളിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. കൃഷി പോലും അവർക്ക് ഫലപ്രദമായിട്ടുള്ള രീതി നിർവഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതാണ്ട് ഒരുവിധം ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നേപ്പാളിൻ്റെ ടൂറിസത്തെ അപ്പാടെ അട്ടിമറിച്ചത് അവിടുത്തെ ഭൂകമ്പമായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം യഥാർത്ഥത്തിൽ 20-30 ഇടക്കുള്ള ചെറുപ്പക്കാർക്ക് ഒരു തരത്തിലും തൊഴിലില്ലാത്ത ഒരവസ്ഥ, ഒരു തരത്തിലും എവിടെയും തൊഴിൽ ലഭിക്കുന്നില്ല. ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തുണ്ടം തൊഴിലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സെക്യൂരിറ്റി ജോലി പോലെയുള്ളതായിട്ടുള്ള ജോലികളൊക്കെ. ഇതവരുടെ അസംതൃപ്തി ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് അവർ കാണുന്നത് അവിടുത്തെ ഒരു പവർ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അധികാരി വർഗം, അവരുടെ മക്കൾ, അവരൊക്കെ വളരെ സുഖഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു. ഈ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഏതാണ്ട് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സർക്കാർ പെട്ടെന്ന് നിരോധിക്കുന്നു. അതിൻ്റെ ഒരു കാരണം മാത്രമാണ്, ആ നിരോധനത്തിനെതിരായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയായിട്ട് മാറുത്തിയെന്ന് മാത്രം. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച നെപ്പോട്ടിസവും കറപ്ഷൻ, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ എക്കണോമിക് സ്റ്റാഗ്നേഷൻ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്നതാണ്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർവ്വം ജീവിക്കാനുള്ള സൗകര്യം അത് ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരതിനെതിരെ കലാപം നടത്തും. അത് നേപ്പാളിൽ മാത്രമല്ല, ഇതിക്ക് മുമ്പ് നമ്മൾ കണ്ടത് സിലോണിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മുല്ലപ്പൂ വിപ്ലവം എന്ന നിലക്ക് ടുണീഷ്യയിൽ കണ്ടു. പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ്. ഇത് പല സ്ഥലത്തും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയിലും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ തടയിടണമെങ്കിൽ, അതില്ലാതാവണമെങ്കിൽ, അതിനൊരു സേഫ്റ്റി സംവിധാനം ഉണ്ടാവണമെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള അവസരം യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർക്കുണ്ടാവണം. 20-30 ഇടക്ക് കടന്നു വരുന്നതായിട്ടുള്ള ചെറുപ്പക്കാരെന്ന് പറയുന്നത് അഗ്നിസ്ഫുലിംഗങ്ങളെ ആളിപ്പടരാൻ പറ്റുന്നതായിട്ടുള്ള കരുത്തുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിനെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കും. അത്തരത്തിലൊരു പ്രതിഷേധമാണ് നേപ്പാളിനെ പിടിച്ചുലച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശാന്തതയിലേക്ക് വന്നു, പുതിയ ഭരണാധികാരി എത്തിയിരിക്കുന്നു. സുശീല കാർക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് 90കളിൽ അവിടെ നടന്ന ജനകീയ കലാപത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീ കൂടിയായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെ പരിഹരിക്കാൻ എന്ത് സംവിധാനമാണ് നേപ്പാൾ ഭരണകൂടത്തിന് എടുക്കാനായിട്ട് കഴിയുക? 2 കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. ഒന്ന്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി സംവിധാനം. അത് ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും അതവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, അവർക്കിപ്പോൾ നേപ്പാളിനെ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അതെവിടെയെങ്കിലും ലഭിച്ചേ പറ്റൂ. ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും അങ്ങനെ സാമ്പത്തിക സഹായം കൊണ്ടുവന്നിട്ട് മാത്രമാണ് പെട്ടെന്ന് ഇതിന് ബാലൻസ് ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ പാഠം ഇതാണ്: ഭരണകൂടം യഥാർത്ഥത്തിൽ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണാനും അവരുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഭരിക്കാനായിട്ട് ശ്രമിക്കുക. സത്യസന്ധവും ആത്മാർത്ഥമായിട്ടുള്ള സമീപനം അവർ സ്വീകരിക്കുക. അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കലാപത്തിൻ്റെ ആളിക്കത്തലുകളായിരിക്കും.